നാഫിയെ, ആ രാഷ്ട്രീയപരമായിട്ട് രണ്ട് സംശയം ചോദിച്ചോട്ടെ എന്നോട്. ചോദിക്ക്. കഴിഞ്ഞ ദിവസത്തെ പി കെ ഫിറോസിൻ്റെ അഭിമുഖം കണ്ടിരുന്നോ? പി കെ ഫിറോസിൻ്റെ അഭിമുഖം മുഴുവൻ കുത്തിരുന്ന് കാണലുണ്ട് ഞാൻ. പണ്ട് എന്തോ ഒരു തെളിവും കൊണ്ട് ശനിയാഴ്ച വരാൻ പറഞ്ഞ് പോയതാ ഈ പറയുന്ന പി കെ ഫിറോസ്. അതുകൊണ്ട് തന്നെ ഓരോ അഭിമുഖം വരുമ്പോൾ എന്തോ തെളിവായിരിക്കും വിചാരിച്ച് കുത്തിരുന്ന് കാണും. ഒരു തെളിവുണ്ടാവില്ല, അവൻ്റെ കയ്യിൻ്റെ ഉള്ളിലുള്ള ഈ രേഖ അല്ലാണ്ട് വേറെ ഒരു സാധനം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ സംശയം ചോദിക്കുക. പി കെ ഫിറോസ് ആ അഭിമുഖത്തിൽ ആരോപിക്കുന്നുണ്ട് താനൂർ മണ്ഡലത്തിൽ SDPIയും CPM തമ്മിൽ ഡീല് നടന്നിട്ടുണ്ടെന്ന്. അതിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒരു വസ്തുത ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതിൻ്റെ തെളിവ് ഉണ്ടോ അങ്ങനെ ഒരു വസ്തുത സംഗതി നടന്നിരിക്കുന്നതെന്നുള്ളതിന്? പി കെ ഫിറോസിന്റെ ആരോപണം SDPIയിൽ നിന്ന് രാജിവെച്ച് മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾ അവരോട് പറഞ്ഞു എന്നാണ്. പി കെ ഫിറോസിനോട് പറഞ്ഞു? അതെ. പിന്നെ അങ്ങനെ ഒരു വലിയ ഡീലൊക്കെ അഭിമന്യു വധക്കേസിൻ്റെ തെളിവുകളൊക്കെ ഞങ്ങൾ ഇല്ലാണ്ടാക്കി തരാം, നിങ്ങൾ താനൂർ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് പിന്തുണ തരികയാണെങ്കിൽ എന്നുള്ളൊരു ഡീലൊക്കെ CPM ഉണ്ടാക്കുമ്പോൾ SDPIൻ്റെ ഏതെങ്കിലും താഴേക്കടയിലുള്ള സാധാരണക്കാരായ പ്രവർത്തകരുമായിട്ട് അത്തരം ഡീൽ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാക്കിയിട്ടുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുക ഒരു ജില്ലാ സ്റ്റേറ്റ് ഭാരവാഹികളൊക്കെ ആയിരിക്കും ആ ഡീല് അറിഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ആരെങ്കിലും ഈ അടുത്ത കാലത്ത് നിന്നോ SDPIയിൽ നിന്ന് രാജിവെച്ചിട്ട് മുസ്ലിം ലീഗിലേക്ക് പോയിട്ടുണ്ടോ മലപ്പുറം ജില്ലയിൽ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ, ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ അയാളപ്പുറത്ത് ഇരുത്തി പറഞ്ഞാൽ പോരെ. വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ അയാളെയും കൂടെ എത്തി ബാക്കി ഇയാൾ പറയും ഇയാളാണ് ഡീല് കണ്ടിട്ട് ആളെന്ന് പറഞ്ഞാൽ പോരെ. ജീവനിൽ കൊതിയുള്ളതുകൊണ്ടായിരിക്കും അത് അയാൾ പറയാതിരുന്നത്. അങ്ങനെയും പറയുന്നുണ്ട് പി കെ ഫിറോസ്, ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, പിന്നെ കേരളത്തിൽ SDPIയിൽ നിന്ന് രാജിവെച്ച് മുസ്ലിം ലീഗിലേക്കോ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കോ പോയ ഒരുപാട് ആളുകളുണ്ട്. കണ്ണൂർ ജില്ലയിലൊരു ഒരു അക്സർ എന്ന് പറയുന്ന ഒരാൾ, കുഞ്ഞമ്മദ് ഫൈസി എന്ന് പറയുന്ന ഒരാൾ, നാസർ എന്ന് പറയുന്ന SDPIൻ്റെ ഒരു പ്രാസംഗികനൊക്കെ ആയിരുന്ന ആൾ, ഇവരൊക്കെ നിശിതമായിട്ട് SDPIനെ വിമർശിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ഈർക്കൽ കമ്പുകൊണ്ടെങ്കിലും ഇത്തരം SDPIയിൽ നിന്ന് പോയി SDPIയെ വിമർശിക്കുന്ന ആളുകളെ SDPIക്കാരെ ആക്രമിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. മാത്രമല്ല SDPIയിൽ നിന്ന് പുറത്തു പോയ ഒരാൾക്ക് ജീവനിൽ പേടിയുണ്ടായിട്ട് സത്യം പിടിച്ച് പറയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ രക്തസാക്ഷിത്വം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ആളുകളല്ല SDPIക്കാർ. അത്തരം ആളുകൾക്ക് ഇവരെന്തോ ചെയ്താളെന്നുള്ളൊരു പേടി ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ വെറും ബണ്ടിലാണ്, വെറും നുണയുടെ ബോംബ് പൊട്ടിച്ചെന്നല്ലാണ്ട് മറ്റൊന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അല്ല, ഞാനിത് ചോദിക്കാണ്ടായി കാരണം കോടതിയിൽ നിന്ന് രേഖകൾ കാണാണ്ടായി. പിന്നെ സർക്കാർ അതിനെതിരെ ഒന്നിനും പോയിട്ടില്ല. കോടതിയിൽ നിന്ന് രേഖകൾ കാണാണ്ടായി. അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനപ്പെട്ട 11 തെളിവുകൾ കോടതിയിൽ നിന്ന് കാണാതായി എന്നാണ് പി കെ ഫിറോസ് പറയുന്നത്. പി കെ ഫിറോസിനെയും എന്നെയും ഞാൻ ഓർമ്മിപ്പിക്കുക, അല്ലെ ഇത് കാണുന്നവരെ മുഴുവൻ ഞാൻ ഓർമ്മിപ്പിക്കുക. പി കെ ഫിറോസ് പറയുന്ന ഈ തെളിവുകൾ ഉണ്ടോ അല്ലേ? പി കെ ഫിറോസാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അടുത്ത ശനിയാഴ്ച രേഖ കൊണ്ടുവന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് പി കെ ഫിറോസിനെ നോക്കണം. അതുകൊണ്ട് ആ വാക്കിനല്ല പറയുന്നത്. ഈ അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് അവിടുത്തെ CCTV ദൃശ്യങ്ങളായിരുന്നു. നമുക്കറിയാം, നമ്മളിവിടുന്ന് ഒരു അടി കൂടിയിട്ട് കേസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു CCTV ഉണ്ടെന്നെങ്കിൽ വിചാരിക്കും. ഏറ്റവും സുപ്രധാനപ്പെട്ട തെളിവ് എന്താ? ഈ CCTVയാണ്. ഇവിടെ എന്താ നടന്നതെന്ന് കൃത്യമായിട്ട് രേഖപ്പെട്ട വീഡിയോ സഹിതം കിട്ടുന്ന ഈ CCTV ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് ആരോപണ വിധേയരായ ഈ സംഘടനയും അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ എന്നൊന്നും പറയണ്ട, നമ്മളെ ഈ കേരളത്തിൽ സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ CCTV ദൃശ്യങ്ങൾ എവിടെയെന്ന് ചോദിച്ച് പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ട് അന്ന് ആരോപണ വിധേയമായ ഇപ്പം നിരോധിക്കപ്പെട്ട ക്യാമ്പസ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഭാരവാഹികളിൽ ആരോന്നു 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചു ഈ CCTV ഹാജരാക്കുകയാണെങ്കിൽ. അന്നപ്പോഴൊന്നും ഈ പി കെ ഫിറോസോ പി കെ ഫിറോസിൻ്റെ പാർട്ടിക്കാരോ പ്രതിപക്ഷ പാർട്ടിയോ UDF സംവിധാനം ഒന്നും തന്നെ ഇത്തരം സത്യം പുറത്തു വരാൻ വേണ്ടി ഈ CCTV ഹാജരാക്കണം എന്നുള്ളൊരു ആവശ്യമായിട്ട് മുമ്പോട്ട് വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ നിന്ന് തെളിവ് പോയതിലുള്ള വേവലാതി എന്നൊക്കെ പറയുന്നത് വെറും ശുദ്ധ കപടത മാത്രമാണ്. ഇപ്പോഴും ഇവർക്ക് അങ്ങനെ ഒരു ഇതില്ലല്ലോ. ഏറ്റവും പ്രധാനം മറ്റേതൊക്കെ FIRൻ്റെ കോപ്പി എന്നൊക്കെ പറയും. FIRൻ്റെ കോപ്പിയൊക്കെ ഉണ്ടാക്കിയാൽ ഉണ്ടാവുന്നതല്ലേ, കിട്ടാവുന്ന സംഗതികളല്ലേ. ഈ CCTV എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം, അവിടെ നടന്നു എന്നുള്ളത് ഏറ്റവും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇതുവരെ ഹാജരാക്കാതിരിക്കുമ്പോൾ അതിനെതിരെ അല്ല പി കെ ഫിറോസ് പറയുന്നത്. അവൻ്റെ ഉള്ളത്തെ കാപട്യമാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഇപ്പോൾ കേരളത്തിൽ SDPI രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഡീല് ഇല്ല എന്നാണോ നാഫി അഭിപ്രായപ്പെടുന്നത്? എന്ന് ഞാൻ പറയുന്നില്ല. SDPIയുടെ ഏതൊരു നിലപാടിന് പിന്നിലും ഒരു ഡീൽ ഉണ്ടാവും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഡീലുണ്ട്. ഉദാഹരണത്തിന് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ പാലക്കാടിന്
രാഹുൽ മാക്കൂട്ടത്തിന് SDPI പിന്തുണ കൊടുത്തു, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിച്ചു എന്ന് ചാനലുകളിൽ മനസ്സിലാകുന്ന അങ്ങനെയാണ്, ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന്. പിന്നെ എന്തായിരുന്നു അവിടുത്തെ ഡീല്? അവിടെ CPM BJP ഡീലിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു SDPIൻ്റെ ഡീല്. നമ്മൾ മഞ്ചേശ്വരത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, UDFന് പിന്തുണ കൊടുത്തിട്ടുണ്ട്, അവിടെ SDPIക്ക് ഡീലുണ്ടായിരുന്നു BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളത്. നേമത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നെ BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഡീല് SDPIക്ക് ഉണ്ട്. ഇങ്ങനെ ഓരോ SDPIയുടെ നിലപാടുകളിലും സംഘപരിവാരത്തെ പരാജയപ്പെടുത്താനോ സംഘപരിവാര അനുകൂലികളെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് SDPIയുടെ നിലപാടുണ്ടായാൽ അവരുടെ ഡീൽ എന്ന് പറയുന്നത് അതാണ് ഉണ്ടാവല്. ഇവിടെ താനൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ് മത്സരം നടന്നിട്ടുള്ളത്. അവിടെ സംഘപരിവാരം ഒരു വിജയ സാധ്യതയായിട്ടുള്ള ആളേ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ സംഘപരിവാരത്തിന് അനുകൂലമായി നിൽക്കുന്ന ആളെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരിക്കാം SDPI അവിടെ എടുത്ത നിലപാട്. ഞാൻ മനസ്സിലാക്കുന്നത് PK ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയോ, PV അൻവർ എന്ന് പറയുന്ന MLA ഇവർ കളിത്തോക്ക് പാർസൽ അയച്ചു. തോക്കിന് അപേക്ഷ നടത്തി കൊടുത്ത ലൈസൻസിന് അപേക്ഷിച്ചപ്പോൾ ഈ PV അൻവർ തിരിച്ച് അയച്ചെന്താ? നാരങ്ങയാണ്. അതിൻ്റെ അർത്ഥം എന്താ? പൂനാരങ്ങ, ചെറുനാരങ്ങ എന്നൊക്കെ പറയുന്ന വെള്ളം കലക്കുന്ന നാരങ്ങ. വെള്ളം കലക്കുന്ന പാരമ്പര്യമാണ് PK ഫിറോസിനുള്ളത്. RSSന് സംഘപരിവാരത്തിന് നാരങ്ങ വെള്ളം കലക്കി കൊടുക്കുന്ന ആൾ എന്നുള്ള നിലക്കും സംഘപരിവാര ഫാക്ടറികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നുണ ബോംബിൻ്റെ പ്രചാരകർ എന്നുള്ള അർത്ഥത്തിലും PK ഫിറോസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളൊരു ഡീല് അവിടെ SDPIക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കറിയൂലേ, മുമ്പ് ഹെഡ്ലൈനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള സംഗതി, പിന്നെ ബാങ്ക് പുലർച്ചെ നേരത്തെ ബാങ്ക് വിളി ജനങ്ങൾ ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊക്കെ പറഞ്ഞ ആളാ ഈ പറയുന്ന മഹാൻ എന്ന് പറയുന്ന വിദ്വാൻ. അപ്പോൾ അത്തരം ആളുകളെ പരാജയപ്പെടുത്തുക എന്നുള്ളത് SDPIയുടെ ഒരു ഡീലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം ഊട്ടിയുറപ്പിക്കുന്ന ബാങ്ക് വിളികളും ശംഖുലികളും മണി പള്ളിയിൽ നിന്നുണ്ടാകുന്ന മണികളും ഉത്സവങ്ങളും ഒക്കെ അതിൻ്റേതായ പാരമ്പര്യത്തോടു കൂടി നടന്നു പോവുക എന്നുള്ള ഇവിടെ നിന്നുകൊണ്ട് സംഘപരിവാര ഫാക്ടറികൾ ഉൽപ്പാദിപ്പിക്കുന്ന ബോംബ് അതിൻ്റെ പ്രചാരകരാവുക എന്നുള്ള PK ഫിറോസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് SDPIയുടെ ഒരു ഡീലായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.